ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാനേജർ ശ്രീ കൃഷ്ണകുമാർ കണ്ണോത്ത് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മട്ടന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലാണ് നമ്മുടെ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. മട്ടന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഇ വി വിനോദ് കുമാർ സാർ, അദ്ദേഹവും നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് അവധിക്കാലം കുട്ടികൾക്ക് ആഘോഷമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി പരിപാടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7:30 മുതൽ ആരംഭിക്കുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ്, അതുപോലെ പ്രവൃത്തി പരിചയ മേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസുകൾ, നൃത്തം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഡാൻസിലുള്ള ബാലപാഠങ്ങളെ സംബന്ധിക്കുന്ന രീതിയിലുള്ള പരിശീലന പരിപാടികൾ, അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കാൻ പോകുന്ന കളരി പരിശീലനം, ഇങ്ങനെ നിരവധി പരിപാടികൾ. അത് ഒന്നിന്റെ തന്നെ സ്പോർട്സിന്റെ തന്നെ വിവിധ ഭാഗങ്ങളും കുട്ടികളുടെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് സന്തോഷകരമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുക എന്നുള്ള നിലയിൽ ഈ 70ാം വാർഷിക വർഷം നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ റിയാലിറ്റി ഷോ ആരംഭിക്കുന്നതോടുകൂടി കണ്ണൂർ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്നെല്ലാവരും ഇരിക്കുന്നത്. ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ആദ്യമേ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനൊരു പരിപാടി സാകല്യം സമ്മർ ഫെസ്റ്റിൽ റിയാലിറ്റി ഷോ ഉൾക്കൊള്ളിക്കാനുള്ള പിറകിലുള്ളൊരു ചേതോവികാരം, ടെലിവിഷൻ സ്ക്രീനിൽ മാത്രം കാണുന്ന ഈ വലിയ റിയാലിറ്റി ഷോൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, സംഘാടകരായ നമുക്കും എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു പരിചയം വേണം. വരും കാലങ്ങളിൽ വലിയ മെഗാ റിയാലിറ്റി ഷോകൾ നടത്താൻ അതൊരു പ്രചോദനമാകുമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇങ്ങനൊരു സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ആദ്യമായി ബഹുമാനപ്പെട്ട വിധികർത്താക്കളോട് ആദ്യമേ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഉത്തര കേരളത്തിലെ ഒരുപാട് വ്യൂവേഴ്സ് സ്വന്തമായിട്ടുള്ള ഗ്രാമിക ചാനലാണ് നമ്മുടെ മീഡിയ പാർട്ട്ണർ. അതിൻ്റെ മിസ്റ്റർ മോഹൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും എൻജിനീയേഴ്സും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വളരെ പ്ലസൻ്റായിട്ടിരിക്കുക. എല്ലാം 2-3 ക്യാമറകൾ വെച്ച് നമ്മൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അത് നമുക്ക് ഗ്രാമിക ചാനലിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റും. ഇതിൻ്റെ നിയമാവലികളെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് ഇതിൻ്റെ ചുമതലപ്പെട്ട അധ്യാപകർ പറയും. ഇതൊരു പ്രാഥമിക റൗണ്ടാണ്. ഇതിൽ സെലക്ട് ചെയ്യുന്ന 10 പേരെ, അത് തീരുമാനിക്കുന്ന 10 പേരാണെങ്കിൽ ഈ 10 പേർ വീതമാണ് അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവുക. ഈ 10 പേരിൽ 1, 2, 3 സ്ഥാനക്കാരുണ്ടാകും. 3 ഇനങ്ങളിലും, മാപ്പിളപ്പാട്ടിലും നാടൻ പാട്ടിലും അതുപോലെ ലളിതഗാനത്തിലും 10 വീതം പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവർക്ക് വെച്ചിട്ടായിരിക്കും മത്സരം. ഒരു മത്സരത്തിൽ നിന്ന് ഉപരിയായിട്ട് ഇതുപോലുള്ളൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനൊരു അവസരമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മുടെ ഈ സാകല്യം സമ്മർ ഫെസ്റ്റ് റിയാലിറ്റി ഷോ ഇതിന് 2 വാക്കിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൻ്റെ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ഇ വി വിനോദ് കുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. മട്ടന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനത്തോടെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കാരണം പഠനത്തോടൊപ്പം ഇത്തരം പരിപാടികൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം മനസ്സിലുണ്ട്. തീർച്ചയായും പരിപാടി വളരെ ഗംഭീരമാകട്ടെ. ഇതിൻ്റെ ജഡ്ജസിനെയും എല്ലാ ആശംസകളും അറിയിക്കുന്നു. കുട്ടികൾ വളരെ ഗംഭീരമായി പെർഫോം ചെയ്ത് നല്ലൊരു പരിപാടി ചെയ്ത് മാറ്റട്ടെ. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ യശസ്സ് ലോകം മുഴുവൻ കാണട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ഒരു പ്രോഗ്രാം അത് വിജയിപ്പിക്കുവാൻ വേണ്ടിയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ മുന്നിലേക്ക് നമ്മുടെ ഈ മട്ടന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള കുട്ടികളുടെ ശബ്ദം, ആ സ്വരമാധുര്യം കേൾപ്പിക്കുവാനും വേണ്ടി നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഗ്രാമിക ചാനലാണ്. ചാനലിൻ്റെ അസോസിയേറ്റ്സ് ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പരിപാടിക്ക് മാത്രമല്ല ഗ്രാമിക ചാനലുമായിട്ടുള്ള മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബന്ധം, നമ്മുടെ ഓരോ പരിപാടികളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എന്നും നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരു പാർട്ട്ണർ, നമ്മുടെ സ്കൂളിൻ്റെ
പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ടീം കൂടിയാണ് ഗ്രാമിക ചാനൽ. വളരെ സ്നേഹത്തോടെ കൂടി ഈ ഒരു പരിപാടിയുടെ അവതരണത്തിന് വേണ്ടി ശ്രീ മോഹൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ഗ്രാമിക ചാനൽ ഈ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനൊരു പ്രോഗ്രാമിനെ പറ്റി സംസാരിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു നാട്ടിലെ പാട്ടുകാർ എന്നുള്ളൊരു പ്രോഗ്രാം നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ പാട്ടുമായി ബന്ധപ്പെട്ടതും മറ്റ് ഷോകളൊക്കെ ഒരുപാട് നിങ്ങൾ കാണുന്നവരുണ്ടാവും. ഇനി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതാണ്. നമുക്കതിലൂടെയൊക്കെ കൂടെയൊക്കെ ഈ പരിപാടി കാണാം. ഇതെനിക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും നന്നായി ജനങ്ങൾ കാണുന്ന പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയും ചുമതല. അപ്പോൾ നിങ്ങൾ ഈ ഒരു നേരത്തെ മാഷ് പറഞ്ഞ ഒരു സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റിലേ ഇത് എടുക്കാവൂ. ഒരുപാട് പേര് ഇന്നാവും, ഒരുപാട് പേര് ഔട്ടാവുന്നവരൊന്നും കഴിവില്ലാത്തവരല്ല. നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ജഡ്ജസായി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയതിൽ വലിയ രീതിയിലുള്ളൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇങ്ങനൊരു അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ജഡ്ജസ് നിങ്ങൾക്ക് തരും. ഞങ്ങളെ ഇതിൻ്റെ പാർട്ണറാക്കിയതിന് ഒരു നന്ദിയും കൂടി അറിയിക്കും. വളരെ സംഗീതസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സംഗീതം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. മധ്യവേനൽ അവധിക്കാലത്ത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഗ്രാമിക ചാനലും സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഗാനലയം റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിൻ്റെ 70ാം വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 70ാം വാർഷികവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികളാണ് ഇതിൻ്റെ തുടക്കം മുതൽ, വർഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിപ്പോരുന്നത്, സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഈ അവധിക്കാലം നമ്മുടെ കുട്ടികൾക്ക് വിരസത മാറി സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം ഒരുക്കിത്തരാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിനും ഗ്രാമിക ചാനലിനും കഴിഞ്ഞു എന്നുള്ളതിൽ പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. പുസ്തകങ്ങളും പുതപ്പുകളും ഒക്കെ വലിച്ചെറിഞ്ഞ് മാനസികോല്ലാസം, ആനന്ദം ഇവ കണ്ടെത്താനായി കുട്ടികൾ ഈ വേനലവധിക്കാലത്ത് പല വഴികളാണ് തിരഞ്ഞെടുക്കുക. തീർച്ചയായും ഇത്തരത്തിലുള്ള പരിപാടികളെ, പ്രവർത്തനങ്ങളെ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മക്കൾ എല്ലാവരും ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെ പ്രതിഭാശാലികളായി വളരട്ടെ, മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗാനലയം റിയാലിറ്റി ഷോ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ചാനലിൽ മത്സരിക്കുന്നവർക്കറിയാം, മുന്നേ മറ്റേതെങ്കിലും ചാനലിൽ പോയി മത്സരിച്ചവർക്കറിയാം, കരാർ എഴുതി ഒപ്പിട്ടിട്ടാണ് അകത്തേക്ക് വരിക. അതേപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, ലളിതഗാനം ഈ 3 ഇനങ്ങളിലാണ് മത്സരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏത് പാട്ട് പാടാം, ഇനം പറയുക, അത് അവർ നോട്ട് ചെയ്യും. നിങ്ങളുടെ കുട്ടിക്ക് ഏത് പാട്ടും പാടാം, എന്നാൽ ഒരു പാട്ട് മുഴുവൻ പാടേണ്ടതില്ല. അത് അവർ പറയും നിർത്തിക്കോ. കാരണം അതിൻ്റെ ഒരു മനസ്സിലാവുമല്ലോ, പാടുന്നവർക്ക് കേൾക്കുന്നവർക്ക് അറിയാം എത്ര വരെ ഇവരുടെ റേഞ്ച് പോകുന്നു, റേഞ്ച് എത്ര മാത്രം ഉണ്ട് എന്ന് തിരിച്ചറിയും. ഇനവും തിരിച്ചറിഞ്ഞ് പിന്നീട് എന്താണ് വിവരം അറിയിക്കും. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ആരെങ്കിലും ലളിതഗാനത്തിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്, നാടൻ പാട്ട് പാടുന്നവരാണെങ്കിൽ ഇവിടെ അറിയിച്ചാൽ ഇവരതും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഏറ്റവും നന്നായി പാടുന്ന 10 പേർക്ക് അവസരം എന്നുള്ളതാണ് തീരുമാനം. നിങ്ങൾക്ക് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് 5000 രൂപയും, 2ാം സ്ഥാനക്കാർക്ക് 3000 രൂപയും, 3ാം സ്ഥാനക്കാർക്ക് 2000 രൂപയും ഉണ്ടാകും. അതോടൊപ്പം ഗിഫ്റ്റ് ഉണ്ടാകും. 10 പേർക്കും ഗിഫ്റ്റ് ഉണ്ടാകും. മത്സരിക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടാകും. അതോടൊപ്പം വിജയികൾക്ക് ഈ 3 ഇനങ്ങളിലും ഈ പറയുന്ന 5000, 3000, 2000 എന്ന നിലയിൽ ക്യാഷ് പ്രൈസ് ഉണ്ടാകും. ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ഇനി 2 വിധികർത്താക്കളെ പരിചയപ്പെടുത്താം. ഇവർ തന്നെയാണ് ഇതിന്റെ ഗ്രൂമിങ് കൂടി കൈകാര്യം ചെയ്യുക. ഒന്ന് ശരത് കാഞ്ഞിരത്തട്ടാണ്, നാടൻപാട്ട് മേഖലയിലെ ഇന്ന് നിലവിലുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ്. മറ്റൊന്ന് മാപ്പിളപ്പാട്ട് മേഖലയിലെ ജാബിർ
പാർത്തങ്കരയാണ്. മാപ്പിള കലയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും യുവത്വം കുടുംബുന്ന എന്നാൽ ഈ മേഖല ഏറ്റവും പ്രാവീണ്യമുള്ള കലോത്സവങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ആളുകളെ പരിശീലിപ്പിക്കുകയും പഠനകാലത്ത് മത്സരിച്ച് വിജയികളായി ഇപ്പൊ നിലവിൽ പരിശീലകരായി 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ കുട്ടികളെ പരിശീലകരായിട്ടും വിധികർത്താവായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾ കൂടി വിധികർത്താക്കളായിട്ട് 3 പേരുണ്ടാകും എന്നുള്ളതാണ് മുൻകൂട്ടി അറിയിക്കാനുള്ളത്. പാടിയിട്ടുണ്ട്. പാടാം, 2 വരി മതി കേട്ടാ. ശ്രാവണ പൗർണമി താഴെ വന്നു, ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ. ശ്രാവണ പൗർണമി താഴെ വന്നു, മുറ്റത്തു നിൽക്കുമാ കച്ചക്കിടാവിനെ ഒത്തിരി ഇഷ്ടമെന്നോതിമല്ലേ, ഒത്തിരി ഇഷ്ടമെന്നോതിമല്ലേ. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ. ശ്രാവണ പൗർണമി താഴെ വന്നു. മതി. നമ്മുടെ സ്ഥലം എവിടെ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മ്യൂസിക് പഠിക്കുന്നുണ്ടോ? എത്ര വർഷമായി? 3 വർഷം. 3 വർഷമായി അല്ലേ? നല്ല വോക്കലാട്ടോ, അടിപൊളി. പിന്നെ മ്യൂസിക് നിർത്തരുത്, പഠിക്കുന്ന നിർത്തരുത് കേട്ടോ. പിന്നെ അതുപോലെ തണുത്ത വെള്ളം കുടിക്കലുണ്ട് അല്ലേ? ഇല്ലേ? ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, മൈക്ക് അടുപ്പിച്ച് പാടണേ കേട്ടാ. പാടി. പൂനിലാവിൽ അരങ്ങിൽ വന്നു, 1000 തിരിയിട്ടോരാട്ടവിളക്കായി. ആവണി പൂനിലാവിൽ അരങ്ങിൽ വന്നു, തിരവിരിയും നിന്നാമ്പൽ പുമിഴികളെ ആമോദത്തോടെ ഞാൻ നോക്കി നിന്നു. തിരവിരിയും നിന്നാമ്പൽ പുമിഴികളെ ആമോദത്തോടെ ഞാൻ നോക്കി നിന്നു. 1000 തിരിയിട്ടോരാട്ടവിളക്കായി. ആവണിപ്പൂനിലാവിൽ അരങ്ങിൽ വന്നു. ഇവിടെ സ്ഥലം പറഞ്ഞ പോലെ? വിളക്കോട്. വിളക്കോട്. ഏത് സ്കൂളിലാണ്?
CMI ക്രൈസ്റ്റ് സ്കൂൾ. ഇപ്പോൾ പറഞ്ഞു അല്ലേ? ഓക്കെ. പിന്നെ മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം പഠിക്കുന്നുണ്ടോ? ഉണ്ട്. മൈക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ ഒരു വിരലിൻ്റെ ഒരു ഗ്യാപ്പിൽ മാത്രമേ വെക്കാവുള്ളൂ. പാടുമ്പോൾ ഇങ്ങോട്ടും ആവുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ. നല്ല വോക്കലാണ്. ഓക്കെ. ശിവദേവ് എവിടെ പഠിക്കുന്നത്? AS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓക്കെ. എല്ലാ പാട്ടും പാടലുണ്ടോ? എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഉണ്ടല്ലേ? ഏറ്റവും ഇഷ്ടം ലളിതഗാനാ? ഓക്കെ. പാടിക്കൂടെ എന്നാൽ? കുറച്ച് വരികൾ മതി, കംഫർട്ടായിട്ട് പാടാൻ പറ്റുന്ന കുറച്ച് വരികൾ പാടിയാൽ മതി. ഓക്കെ. നിഴലായി കൂടെയെന്നും നിന്നിനവിൻ തന്ത്രിയായി ആ നിഴലായി കൂടെയെന്നും നിന്നിനവിൻ തന്ത്രിയായി ഒരു മഴവില്ലിൻ ചിത്രമായെന്നും മനസ്സിൽ നീ മാത്രമായി ഓ നിഴലായി കൂടെയെന്നും നിന്നിനവിൻ തന്ത്രിയായി. ഞാൻ 4th സ്റ്റാൻഡേർഡാണ്. ഞാൻ കല്ലൂർ മ്യൂസിക് സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്ഥലം പട്ടാനൂർ കൊളപ്പ. അമ്പാടിക്കണ്ണൻ്റെ തിരുമാറിലണിയാൻ മന്ദാരം കൊണ്ടൊരു വനമാല അമ്പാടിക്കണ്ണൻ്റെ തിരുമാറിലണിയാൻ മന്ദാരം കൊണ്ടൊരു വനമാല കണ്ണനെ കണ്ട കാളിൻ്റെ തിരയിൽ കണ്ണനെ കണ്ടാൽ കാളിൻ്റെ തിരയിൽ ശൃംഗാരപദമാടും തിരമാല അമ്പാടിക്കണ്ണൻ്റെ തിരുമാറിലണിയാൻ മന്ദാരം കൊണ്ടൊരു വനമാല. പാട്ട് പഠിക്കുന്നുണ്ടോ? എത്ര വർഷമായി? ഒരു വർഷം. ഒരു വർഷമായി പഠിക്കുന്നു അല്ലേ? നന്നായിട്ട് പാടിക്കുന്നു അല്ലേ? കേട്ടോ. എന്താ മോളെ പേര്? വേദലക്ഷ്മി. വേദലക്ഷ്മി. ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th-ലേക്ക്. 9th-ലേക്ക് അല്ലേ? ഓക്കെ. എവിടെയാ? ഏത് സ്കൂളാ? മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. പാടിക്കൂടെ? എല്ലാ പാട്ടും പാടലുണ്ടോ? എല്ലാ പാട്ടും ചില പാട്ടുകളോട്. ലളിതഗാനത്തിന് മത്സരിച്ചിട്ടുണ്ടോ? ആ. മറ്റു മത്സരങ്ങളിലൊക്കെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ആ. ഓക്കെ. പാടിക്കൊന്നാൽ. മുരളി കൃഷ്ണമുരളി കൃഷ്ണലീലാമൃത കളമുരളി മുരളി കൃഷ്ണമുരളി കൃഷ്ണലീലാമൃത കളമുരളി പ്രപഞ്ച സഞ്ചിത മഞ്ജുള മോഹന രാഗസുധാമയ
സഞ്ചിത മഞ്ജുളമോഹന രാഗസുധാമയ വരമുരളി മുരളി കൃഷ്ണമുരളി കൃഷ്ണലീലാമൃത കളമുരളി. ഓക്കെ മേഡം, മതി. അടിപൊളിയായിട്ട് പാടി കേട്ടാ. താങ്ക് യു. അടുത്തത് അഭിരന്യ കെ. പാടാം മോളെ. ഓക്കെ, പാടി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കതിരു കാണാക്കിളി. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കതിരു കാണാക്കിളി. ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്തെത്തി ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോളരാഗത്തിൽ പാടി. ആ ആ മതി മോളെ, മതി. ഓക്കെ, പേരെന്താ മോളെ? അഭിരണ്യ. അഭിനന്ദ. ഓക്കെ, അടിപൊളിയായിട്ട് പാടി കേട്ടാ. ഏതോരാപ്പാടി പാടുമീ പാട്ടിൻ്റെ രാഗ ഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ? ഏതോരാപ്പാടി പാടുമീ പാട്ടിൻ്റെ രാഗ ഭാവങ്ങളെ. മതി. മോളെ എവിടെ സ്ഥലം? എവിടെ? കൊളച്ചേരി. പേര്? അനേറാം. മ്യൂസിക് പഠിക്കുന്നുണ്ടോ? ആണ്ട്. എത്ര വർഷമായി? 4 വർഷമായി. ഇനിയും തുടർന്ന് പോകണം കേട്ടോ. വോക്കൽ അടിപൊളി. ശരി. മോളെ പേരെന്താ? നിഹാര കേസി. ഓക്കെ, പാടി. പൗർണമി ചന്ദ്രിക പാലാഴി തീർത്തൊരു പാതിരാക്കാറ്റിൻ്റെ മർമരത്തിൽ. പൗർണമി ചന്ദ്രിക പാലാഴി തീർത്തൊരു പാതിരാക്കാറ്റിൻ്റെ മർമരത്തിൽ നീ ഉറങ്ങൂ സഖി, നീ ഉറങ്ങൂ. പട്ടുവിതാനമൊന്നിൽ പൗർണമി ചന്ദ്രിക പാലാഴി തീർത്തൊരു പാതിരാക്കാറ്റിൻ്റെ മർമരത്തിൽ മാതളച്ചുണ്ടുകൾ മുത്തമുതിർത്തി. ഇവിടെ സ്ഥലം പറഞ്ഞേ മോളെ? ചാവശ്ശേരി. ചാവശ്ശേരി. പഠിക്കുന്ന എവിടെയാ? മട്ടന്നൂർ സ്കൂളിൽ. മട്ടന്നൂർ സ്കൂൾ അല്ലേ? എല്ലാം നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ചെറുതായിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ സ്ക്രാച്ച് ചെറുതായിട്ട് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ.
ശരി. നമ്മുടെ പേരെന്താ? സാൻവിക. സാൻവിക. പാടിക്കോ. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കവിത കാണാക്കിളി ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്തെത്തി ഹിന്ദോളരാഗത്തിൽ പാടി പാടി ഹിന്ദോള രാഗത്തിൽ പാടി ആ ആ ആ ഇന്നെനിക്കെന്തൊരു ആലസ്യം തളിർമരച്ചില്ലയിൽ രാഗോത്സവം താമ്പൂലം നീട്ടിയ കുപ്പിവളക്കൈകളിൽ. ഓക്കെ മാഡം, മതി. എവിടെ പഠിക്കുന്നത് മോള്? ഞാൻ ശ്രീശങ്കരയിൽ. ശ്രീശങ്കര. എത്ര ക്ലാസ്സിലാ? ഇനി ഞാൻ 5th ഫിഫ്ത്തിലല്ലേ? ഓക്കെ, അടിപൊളിയായിട്ട് പാടി കേട്ടാ. പോയിരുന്നു. പേരെന്താ മോനെ? ഇശവ്. പാടിക്കും. ആരോ പാടിയ പല്ലവി കേട്ടൻ ആത്മാവിൻ മണിവീണ ഉണർന്നു. ആരോ പാടിയ പല്ലവി കേട്ടൻ ആത്മാവിൻ മണിവീണ ഉണർന്നു. തന്ത്രികൾ മീട്ടിയ അനുപല്ലവിയിൽ തന്ത്രികൾ മീട്ടിയ അനുപല്ലവിയിൽ അറിയാതെ അറിയാതെ ഞാൻ ഉണർന്നു. ആരോ പാടിയ പല്ലവി കേട്ടൻ ആത്മാവിൻ മണിവീണ ഉണർന്നു. ഓക്കെ മോനെ, മതി. അടിപൊളിയായിട്ട് പാടി കേട്ടാ. പാട്ട് പഠിക്കുന്നുണ്ടാ? ആ. ഓക്കെ. എത്ര വർഷമായി? 2 വർഷം. 2 വർഷമായിട്ട് പഠിക്കണല്ലേ? ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ടാ? ആ, പാട്ട് പഠിക്കുന്നു. ലളിതഗാനത്തിന്റെ പാടല് എല്ലാം പാടലുണ്ട്. ഉണ്ടല്ലേ? ഇപ്പൊ ലളിതഗാനത്തിനല്ലേ വന്നത്? ആ. പഠിക്കും. ആ ആ ആ കണ്ണനെ കാണാതെ കരളുരുകുമ്പോൾ കേട്ടു ഞാൻ ദൂരെ ഒരു മുരളീഗാനം. കണ്ണനെ കാണാതെ കരളുരുകുമ്പോൾ കേട്ടു ഞാൻ ദൂരെ ഒരു മുരളീഗാനം. കള്ളനവൻ എന്നെ കാണാതെ ഒളിച്ചുവോ കാളിന്തി തീരത്തെ പൂമരച്ചോട്ടിൽ. കള്ളനവൻ എന്നെ കാണാതെ ഒളിച്ചുവോ കാളിന്തി തീരത്തെ പൂമരച്ചോട്ടിൽ. ഓക്കെ മോനെ, മതി. അടിപൊളിയായിട്ട് പാടി കേട്ടാ. പാട്ട് പഠിക്കുന്നുണ്ടാ? ആ, പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി? UKG തൊട്ടേ പഠിക്കുന്നുണ്ട്. പഠിക്കുന്നു. മുനിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 7ലേക്ക്. 7ാം ക്ലാസ്സിലല്ലേ? ഓക്കെ, അടിപൊളി. സൗപർണിക. സൗപർണിക, പാടിക്കോ. പൂർണ്ണനിലാവൊരു കുളിർതെന്നൽ നീ അതിലൊഴുകും നിറദീപം കാർത്തികരാവിൻ
കിലുക്കുമീ പൊൻതാരം പൂർണ്ണനിലാവൊരു കുളിർത്തന്നൽ നീ അതിലൊഴുകും നിറദീപം കാർത്തികരാവിനെ തഴുകുമ്പോൾ കാൽത്തളകിലുക്കുമീ പൊൻതാരം കാൽത്തളകിലുക്കുമീ പൊൻതാരം. മതി. മോളെവിടെ പഠിക്കുക? മീതല പുന്നാട് UP സ്കൂൾ. പുന്നാട് അല്ലേ? നന്നായിട്ട് പാടി കേട്ടോ. ரஜபீஹாதீச்சத்துங்கள் கனவாலே நிவந்து ரஹமத்தொளிவாயிலெங்கும் அருணந்தே புணர்ந்து ரஜபீஹாதீச்சத்துங்கள் கனவாலே நிவந்து ரஹமத்தொளிவாயிலெங்கும் அருணந்தே புணர்ந்து അച്ചപാരാണ്യമെന്നും മരുളും മേരി ചന്തം അടരാതി തപസേ നിറുവിഞ്ഞൂറ് ചന്തം ശരഫാം ഇവൾ പിറഫാം ഇവൾ പാതി വസന്തം തൂകി സുഗന്ധം പാകി വസന്തം തൂകി സുഗന്ധം മക്കപ്പൊരിയാകെ ആഘോഷരാവ് മഹിമ കുറേശ്ശിയിൽ മതി. മോളെവിടെ സ്ഥലം? എവിടെയാ? എവിടെ സ്ഥലം? വമ്പടി. ഇവിടെ അടുത്താണോ? പിന്നെ ഇപ്പൊ പാടിയത് ആരുടെ വരികളാണെന്നറിയോ? ഇല്ല ഇല്ല അല്ലേ? ശംസത ഇട്ടിരിക്കേണ്ട വരികളാണ്. ഇതായത് നന്നായിട്ട് പാടി കേട്ടോ മോള്. ഓക്കെ. ഫാത്തിമ സൻഹ. സൻഹ അല്ലേ? ഓക്കെ, പാടിക്കും. റജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോലി കാത്തിരിക്കും മാരനെ നീ ഇന്ന് പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരനെ നീ നൽകു പൂമോളേ. റജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോലി കാത്തിരിക്കും മാരനെ നീ ഇന്ന് പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരനെ നീ നൽകു പൂമോളേ. ഓക്കെ, മതി. നന്നായി പാടി കേട്ടോ. കരുവാരക്കുണ്ട് ഇഷൽ ചെറിയ കൊടുക്ക് ഏറ്റം ഇടമുറക്ക്. സുഹ്റബത്തുൽ സാക്കിയരാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പുന്തിരൽ സ്വന്തം മുന്തിര സുന്ദര ചന്ദിര ശോഭിസൂര പൊരുൾ കസൂര അഹമ്മദ് പുണന്ത് സുഗന്ധ വല്ലി മികந்த പുകந்த കഞ്ഞി പിറந்து നബിക്കിമ്പം ഫാത്തിമത്ത് സുഹ്റ മിച്ചമില്ല ക്ഷണം വിച്ചൊരു റോജ മിക മിക തീക തീക സഗിയാലി ഹോജ കരുൾ കരുൾ ബുഷർ. മോള് സ്ഥലം എവിടെ? മെരുവമ്പൈ. മരുവമ്പൈ അല്ലേ? നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. പേര് നൂറൈൻ അല്ലേ? പിന്നെ മാപ്പിളപ്പാട്ട് പാടുമ്പോൾ നമ്മൾ താളം പിടിച്ചിട്ട് തന്നെ പാടാം കേട്ടോ. താളത്തിൽ തന്നെ പാടാൻ ശ്രമിക്കുക കേട്ടോ. ചെറിയ താളത്തിൻ്റെ ഔട്ടുണ്ട് എല്ലായിടത്തും, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. കടവത്തൊരു തോണി ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി ഏലേലം കടവത്തൊരു തോണി ഏലേലം
കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി തോണിപ്പടിയെല്ലാം മാണിക്യം തോണിക്ക് മുത്തിൻ്റെ പങ്കായം തോണിപ്പടിയെല്ലാം മാണിക്യം കതിരു കാണാ കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ കതിരു കാണാ ഇന്നെന്റെ മനസ്സിന്റെ ഇന്നെന്റെ മനസ്സിന്റെ മലർമുറ്റത്തെത്തി ഹിന്ദോള രാഗത്തിൽ പാടി പാടി ഹിന്ദോള രാഗത്തിൽ പാടി ആ ആ ആ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ ഇളിമകളെ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ ഇളിമകളെ പഞ്ചവടിയിലെ സീതപ്പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ മഞ്ചലിലാട്ടി കഥ പറയൂ കഥ പറയാൻ വന്ന ഇളിമകൾ സീതൻ നാഗന്റെ നാമം ജപിച്ചു നിന്നു കഥ പറയാൻ വന്ന ഇളിമകൾ സീതൻ നാഗന്റെ നാമം ജപിച്ചു നിന്നു ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോന്നായി ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോന്നായി ശാപമോക്ഷത്തിൻ കഥ പറയും കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കതിരു കാണാക്കിളി കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കതിരു കാണാക്കിളി ഇന്നെൻ്റെ മനസ്സിൻ്റെ മലർമുറ്റത്തെത്തി ഹിന്ദോളരാഗത്തിൽ പാടി
പാടി ഇന്ദോളരാഗത്തിൽ പാടി ആ ആ ഉഗമാ തണ്ണവ നടുവൊടുവാർത്തു ചുണ്ടതിൽ തിന്നമ തെളിവൊളിവായിലെങ്കിടും ബിന്നുട പുവണിയാക്കീക്ക് ബന്ദിടെ സൈറ താരുണിന്നു ഹുലൈഫത്തൻ്റെ തലമിലെ പാർത്താനവിടം തനു ചിന്ത് ഉളിർന്ന് മുതിർന്നിടുവാൻ തങ്ങൾ സ്വഹാബാരും മേയുന്നള്ളു മാതിർപ്പമെന്താം ഉഗമാ തണ്ണവ നടുവൊടുവാർത്തു ചുണ്ടതിൽ തിന്നമ തെളിവൊളിവായിലെങ്കിടും ബിന്നുര പുവണിയാക്കീക്ക് ബന്ദിടെ സൈറ അത്താരുണിന്നും ഹുലൈഫത്തൻ്റെ തലമിലെ പാർത്താനവിടം തനു ചിന്ത് ഉളിർന്ന് മുതിർന്നിടുവാൻ. മതി. ഇവിടെ സ്ഥലം എവിടെ? വരുമ്പൈ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി എയ്ത്തിലേക്ക് അല്ലേ? ഒരു കാര്യം ഇവിടെ എല്ലാവരോടും കൂടി പറയാണ്, മാപ്പിളപ്പാട്ട് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് തന്നെ പാടണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വോക്കൽ നോക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്താരോണിയാം പൂമുത്ത് ഹാജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിന്മേൽ അഴകേറും തങ്കപ്പൂ പൂനാരിയാജറ സമ്പൂർണ്ണതീരൽ തേളങ്ങുമി ഹാജറ ത്യാഗങ്ങളേറെ സഹിച്ച ഹാജറ ആരും കോരയ്ക്കുന്ന പൂമന്തളാജറ അഹദായ നാഥനെ സ്നേഹിച്ചു ഹാജറ സംസമിന്നെ ചരിത്രത്തിലുണ്ട് ഹാജറ സഫ മർവ കഥയിലും ബീവി ഹാജറ. ഇവിടെ സ്ഥലം പറഞ്ഞു മോളെ? പെരിയാരം. ഇവിടെ മട്ടന്നൂർ പരിയാരം അല്ലേ? പിന്നെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th 9th. വേർഡ്സ് പഠിച്ചിട്ടില്ലല്ലേ ശരിക്കും? മറന്നുപോയിനല്ലേ? ഇല്ല, ശരിയാണ് പാടി. അമ്പിളിച്ചേലുള്ള ഇമ്പർ മണമുള്ള ഇമ്പത്തരുണിയ പൂമുത്ത് ഹാജറ അല്ലേ? അനുപല്ലവയ്ക്ക് ചെറിയ ചെറിയ തെറ്റുകളുണ്ട്, ശ്രദ്ധിക്കേട്ടോ. വോക്കൽ നല്ലതാ. ഓക്കെ, ശരി. മുഹമ്മദ് നാസിഹുൻ അമീൻ. അസ്സലാമു അലൈക്കും. രചന ON കരുവാരംകുണ്ട്. ഇശൽ ഓഷാപിടുത്തം. അജിബിന്ദാജബാനെ ആറയിങ്കൾ കാടന്തൂത്തെ ആട്ടിയാൽ താരം നല്ല വീരിപ്പുമ്മൽ കിടന്തൂത്തെ കിടന്തുടൽ മങ്ക നിത്തിരയാകെ കനവതു കണ്ടേ സൂത്തിരമാകെ കിടന്തുടൽ മങ്ക നിത്തിരയാകെ കനവതു കണ്ടേ സൂത്തിരമാകെ സുരമന്ദിരം അതിലൊന്തൊരു താരസുന്ദരം മധുമധുരോ മധുരസ പറുദിസയതിൽ കുശയുടെ ഇത് മാരസൈബറായി മധുമിത മുന്നലെ ഒളബായി നിണ്ടിതാ അജബന്ദാജബാനെ ആറയിങ്കൾ കാടന്തൂത്തെ ആട്ടിയാൽ താരം നല്ല വീരിപ്പുമ്മൽ കിടന്തൂത്തെ. മതിയോ മോനെ? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ്? 5th അല്ലേ? 6th. ഓക്കെ, ശരി. എന്നിട്ട് OM കരുവാരക്കുണ്ട്. ഇശൽ ഓഷാബിരുദം. ഹജബന്ദാജബാനെ ആറയിങ്കൾ കാടന്തൂത്തെ ആട്ടിയാൽ താരം നല്ല വീരി പുമ്മൽ കിടന്തൂത്തെ.
കിടന്തുടൻ മങ്കാനിത്തിരിയാകെ കനവതു കണ്ട് സുത്തിരമാകെ കിടന്തുടൻ മങ്കാനിത്തിരിയാകെ കനവതു കണ്ട് സുത്തിരമാകെ സുരമന്ദിരം അതിലെന്തൊരു താരം സുന്ദരം മധുമധുരോ മധുരസ പറുദിസയതിൽ കൊശിടഹിത മഹാരസ ഇബ്രാഹിം മദ് ഹമിദ മുന്നമേ വലബായ് നിണ്ടിതാ അജബന്റെ ആരയിങ്കൽ കാടന്തൂത്തെ ആട്ടിയാൽ താരം നല്ല വീരി പൊമ്മൽ കീടന്തൂത്തെ. ഓക്കെ, അടിപൊളി. മോനോടെ പഠിക്കുന്നേ? മട്ടന്നൂർ സ്കൂൾ. മട്ടന്നൂർ അല്ലേ? മർഹൂം മോയിൻകുട്ടി വൈദ്യരുടെ ഇശലേഖയെ എന്ന മാപ്പിളപ്പാട്ടിലെ ഏതാനും വരികൾ. ചേണ്ടീട്ടരികർകൾ ബിനാ ചെയ്യും ഷദീദാലെ ചേടാ കൂഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിതമത് ചെവിപ്പെടയും കണ്ടിടെ കുറി ഫൗസുകൾ ബരെ ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ ചേണ്ടീട്ടരികർകൾ ബിനാ ചെയ്യും ഷദീദാലെ ചേടാ കൂഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിതമത് ചെവിപ്പെടയും കണ്ടിടെ കുറി ഫൗസുകൾ ബരെ ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ. മതി. പേരെന്താ പറഞ്ഞു മോളുടെ? ആത്മിക രതീഷ്. ആത്മിക രതീഷ്. മോള് എവിടെ, സ്ഥലം എവിടെ? കൊളപ്പ. കൊളപ്പ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 5th മോള് ഇൻട്രഡക്ഷൻ പറഞ്ഞില്ലേ? ഫസ്റ്റിൽ ഇൻട്രഡക്ഷൻ പറഞ്ഞില്ലേ? പ്രശസ്ത മാപ്പിള കവി OM കരുവാരക്കണ്ടിൻ്റെ OM ആണോ എന്താ പറഞ്ഞേ? മർഹൂം മോയിൻകുട്ടി വൈദ്യർ. വൈദ്യരുടെ ഇശലേഖയെ. വൈദ്യരുടെ ഏതാനും ചില വരികൾ. ഇശൽ ഏകിയെ. അത് നമ്മൾ കെഞ്ചിയിട്ട് തന്നെ പറയണം, മനസ്സിലായോ? മോൾ ഒരുമിച്ചിട്ടങ്ങ് തീർക്കാതെ. പ്രശസ്ത മാപ്പിള കവി മർഹൂം മോയിൻകുട്ടി വൈദ്യരുടെ രചനയിൽ നിന്നും ഏതാനും ചില വരികൾ. ഇശൽ ഏകിയെ. അതാണ് കേട്ടോ. ചേർന്നീട്ടരികറുകൾ വിന ചെയ്യും ഷദീദാലെ ചേടാകൂഫർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിതമതു ചെവിപ്പിടയും കണ്ടിടെ കുറ ഫൗസുകൾ വരച്ചൊടിയും. അവിടെ വരണം. മോളൊന്ന് പാടി പോവേണ്ട പാട്ട്, നമ്മൾ ആസ്വദിച്ച് താളം പിടിച്ചിട്ട് ചേർന്നീട്ടരികറുകൾ വിനാ ചെയ്യും ഷദീദാലെ ചേടാകൂഫർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം. പിന്നെ ചെണ്ടകൾ തകുണിതമതു ചെവിപ്പെടയും കണ്ടിടെ കുറ ഫൗസുകൾ വരച്ചൊടിയും. അങ്ങനെ പാടണം കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. നല്ല പോക്കല. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. അഷ്റഫുല്ലംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്തുൽ സുഹ്റ ഇമ്പപ്പൂളയകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. അഷ്റഫുല്ലംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റ ഇമ്പപ്പൂവയകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. മോൻ്റെ പേരെന്താ പറഞ്ഞു? മുഹമ്മദ് ആദിൽ. മുഹമ്മദ് ആദിൽ അല്ലേ? എവിടെ, സ്ഥലം എവിടെ? വാൾട്ടോളി. ഇവിടെ അടുത്താണല്ലേ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്?
ഇനി 6ലേക്ക്. 6ലേക്ക് അല്ലേ? നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ. മുഹമ്മദ് റാസി KK. റാസിക് അല്ലേ? RAZI. ഓക്കെ, പാടി കേട്ടോ. അസ്സലാമു അലൈക്കും. മാളിയ കലകത്ത് കുഞ്ഞഹമ്മദ് സാഹിബ് രചിച്ച ഹുനൈൻ പടപ്പാട്ടിൽ നിന്നും ഇശൽ പുതിയ ഇരട്ടച്ചാട്ട്. സഗിന ബിഷാഫിറുടെ മുളെ സാമിലിരുന്നേ ഉടനുടനിടു തലാപ്പെടുന്നേ സമയമെ ജബ്രാഹീൽ ശിന്ദേ ബന്ദ് ഇറൈസലാമൊളിന്ത് ജിഗമേ സലാമതില്ലോതേ ജവാബ് വഹിയാനതും തിരിന്തേ വിവരം അത് അമരരും അറിന്തേ കഥാന വ്യക്തമായില് മുഷിന്തേ അൻത റാഫിനിൽ ചിന്തേ സഗിന ബിഷാഫിറുടെ മൊഴി സാമ്യരുന്തേ ഉടനുടനിടു തലാപ്പെടുന്തേ സമയമെ ജബ്രാഹീൽ ശിന്ദേ ബന്ദ് ഇറൈസലാമൊളിന്ത് ഇറൈസലാമൊളിന്ത്. മതി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഇനി 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ. എവിടെ സ്ഥലം? മധുസൂദന തങ്ങൾ സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ. അതെവിടെ സ്ഥലം? മട്ടന്നൂർ. മട്ടന്നൂർ അല്ലേ? നല്ല സന്തോഷം, നന്നായി പാടി കേട്ടോ. ഓക്കെ. താങ്ക് യു. ആന്തരിക പ്രസാദ് അല്ലേ? ഓക്കെ, പാടിക്കും. മാപ്പിള മഹാകവി ശ്രീ മോയിൻകുട്ടി വൈദ്യരുടെ ബദർപ്പട എന്ന കൃതിയിലെ ഏതാനും ചില വരികൾ. ഹറബ് നര അമരസുര ആരിരാജ തൂജിനകം ചിത്രിപ്പർപ്പച്ചം അകത്തൊത്തിട്ടാനെ മഹകലക അനുദിന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ അനുദിന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ ചിങ്ങകൾ ബർക്കപ്പത്ത് അരുവേട്ടിപ്പെട്ടാലെ കുരിശികൾ ഹല്ലറിലെ നല്ലരിടെ ഹീരഹര ഹരിർനന്ദം ഹലറിലെ നല്ലരിടെ ഹീരഹര ഹരിർനന്ദം പത്രപ്പിത്ത് അച്ചി ചുകപ്പിത്ത് ചാടി പിടിപെട പ്രതിപൂർണ പിടിപെട പ്രതിപൂർണ ഹറബ് നര അമരസുര ആരിരാജ തൂജിനക ചിത്രിപ്പർപ്പച്ചം അകത്തൊത്തിട്ടാനെ മഹകലക അനുദിന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ അനുദിന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ ചിങ്ങകൾ ബർക്കപ്പത്ത് അരുവേട്ടിപ്പെട്ടാലെ കുരിശികൾ ഹല്ലറിലെ നല്ലരിടെ ഹീരഹര ഹരിർനന്ദം ഹല്ലറിലെ നല്ലരിടെ ഹീരഹര ഹരിർനന്ദം പത്രപ്പിത്ത് അച്ചി ചുകപ്പി. മതി മതി. നമ്മുടെ സ്ഥലം എവിടെ പറഞ്ഞേ? അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി. നന്നായിട്ട് പാടി കേട്ടോ. മുഹമ്മദ് അമീൻ അല്ലേ? പഠിക്കും. രചന ഹംസ നിനക്കോ. ഇശൽ KC ഇടച്ചോട്ട് മുറുക്കം. 1997 മലബാർ ചരിത്രം. ജീകം തങ്കം പതി മണ്ണ് മലബാറിൽ പണ്ടാകേണം വെള്ളൂട്ടൽ പാടാവാടിവോടെ ഗമജക പാടർ കൊടും ഇംഗ്ലണ്ട് അറുമുറക്കരമില്ല വെറുനിറക്കി ബെറിറ പേരേ ചോര ജയ്ഷവർ ബാധിപ്പര് മതതില്ല ചെതിപ്പര് വെള്ളക്കാത്ത കർത്തുരി പൂനേ കഹ കൊലകുത്തുങ്കാലം ബലും ജോറ് തക്കം പടാവുള്ളവർ മുന്തരന്തേരങ്ക വിളങ്കിടങ്കേ മമാലിൻ ഗുണചൂണ താണൽ തമാ തമകമസുമാമില്ലിമിണിയും മലബാറിനെ ചെയ്തിവരുൾ വിരുതാണേ ജീകം തങ്കം പതിമൺ മലബാറിൽ പണ്ടാകേണം വെള്ളൂട്ടൽ പാടാവാടിവോടെ ഗമജക പാടർ കൊടും ഇംഗ്ലണ്ട് അറുമുറക്കരമില്ല വെറുനിറക്കി ബെറിറ പേരേ വെറുനിറക്കി ബെറിറ പേരേ. മോനെ എവിടെ സ്ഥലം? ഞാൻ ഈ കണ്ടേരി 3ാം പടിക. ഇവിടെ അടുത്താണല്ലേ മോനെ? പിന്നെ ഇൻട്രഡക്ഷൻ പിന്നെ ഇതിൽ പാട്ടിൽ നമ്മൾ എന്തില്ല നമ്മുടെ അത് എഴുതിയ ആൾ ഈ പേരൊന്നും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാടുമ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. മോന് പറഞ്ഞത് ഹംസ നിനക്കോ നരേക്കാവ് കേട്ടോ. ശ്രദ്ധിക്കേട്ടോ.